എന്താ ചേട്ടാ അത്? ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ശരിയാവൂല. ഇത് എന്താ 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 ചേട്ടന് മനസാക്ഷിയില്ലേ? ഒരു ആക്സിഡന്റ് കണ്ട വഴി മാറി പോണോ വേണ്ടത്? അതെ, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും. നമ്മുടെ ബന്ധുക്കളൊന്നുമില്ലല്ലോ. മനുഷ്യവർഗത്തിൽപ്പെട്ട ആളാണോ? എങ്കിൽ അയാൾ നമ്മുടെ ബന്ധുവാണ്. ബാലു, ഇക്കാലത്ത് കഴിയുന്നതും പുലിവാലികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധി. ശരിയായിരിക്കാം. പക്ഷെ ചേട്ടനാണ് ഇതുപോലെ ആക്സിഡന്റിൽ പെട്ട് കൈയും കാലും ഒടിഞ്ഞ് കുടൽമാലയൊക്കെ പുറത്ത് ചാടി റോഡിൽ കിടക്കുന്നെങ്കിൽ ആരും സഹായത്തിന് വരേണ്ടതാണോ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറയണേ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം ചേട്ടാ. ഇനി മേലാൽ നിന്നെ ഞാൻ എന്റെ ബൈക്കിൽ കയറ്റിയല്ല. ബ്രാൻ ഇടിച്ചിട്ടാ വണ്ടി നിർത്താതെ പോയി. ജീവനുണ്ടോ തോന്നുന്നു. എന്താ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കണേ? പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ ചോര വാർന്ന് ഇവിടെ കിടന്നാൽ എല്ലാം തീരും. ഒരു വണ്ടി വിളിച്ചേ. നീ ബൈക്ക് കൊടുത്ത് നേരെ ആശുപത്രിയിലോട്ട് വന്നാൽ മതി. വണ്ടി വിട്. ജേഴ്സിയാ? അതെ സർ, ജേഴ്സി തന്നെ. അതോ നാടനോ? നാടനാന്നാ തോന്നണം. ഇത് ജേഴ്സി തന്നെയാ. കറക്റ്റാ. 2 നേരം കൂടെ 12 ലിറ്റർ പാല് കിട്ടും. സുമാരമുള്ള സ്വാമി, നമ്മൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? ആക്സിഡന്റ് കേസ്. ഓഹോ, കാഷ്വാലിറ്റി എവിടെയാ? ബോധം വന്നോ? ആർക്കാണ് സാർ? തനിക്ക് ബോധം വന്നോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ആക്സിഡന്റ് പറ്റിയവന്. അറിയില്ല സാർ, ഡോക്ടർമാരൊക്കെ അകത്തുണ്ട്. തന്റെ വണ്ടിയാണ് ഇടിച്ചതല്ലേ? അയ്യോ അല്ല, ചോര ഒലിപ്പിച്ച് വഴി കിടക്കുന്ന കണ്ടപ്പോ ഞങ്ങൾ കുറെ പേരോടെ ചേർന്ന് കൊണ്ടുവന്ന് ആക്കിയെന്നേ ഉള്ളൂ. തന്റെ മുഖത്തെന്താ ഒരു പരിങ്ങല്? എന്ത് പരിങ്ങല്? ഒന്നുമില്ലല്ലോ. അപ്പോ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ സാർ, ഒരുപാട് പണിയുണ്ട്. താൻ അവിടെ നിൽക്കേ, ഞാൻ പറഞ്ഞിട്ട് പോവാം. ഓ, ഒരു സിഗരറ്റ് ഉണ്ടോ എടുക്കാൻ? ഞാൻ മരിക്കില്ല. പിന്നെ ഈ കേസിനെ കുറിച്ച് പേടിക്കുന്നു വേണ്ട. FIR എഴുതാൻ ഞാൻ തന്നെ. കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് ആ FIR അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് എന്നെയൊക്കെ വേണ്ടതുപോലെയൊക്കെ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ. അയാൾക്ക് ബോധം വന്നുകൊണ്ട് താനിപ്പോ രക്ഷപ്പെട്ടു. സുമാരമുള്ള സ്വാമി, ഒരു നീല വാനാണ് അത്ര ഇടിച്ചത്. പിന്നെ ആവശ്യം വരുമ്പോ തന്നെ ഞാൻ വിളിപ്പിച്ചോളാം. അഡ്രസ് കൊടുത്തിട്ട് പോയാൽ മതി. ഓ, ചേട്ടൻ നല്ല ആളാ. ഇങ്ങോട്ടാണ് വരുന്നെങ്കിൽ അത് പറയണ്ടേ? ഞാൻ ആദ്യം ജനറൽ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ പറഞ്ഞു KVM-ലാവുമെന്ന്. അവിടെ ചെന്നപ്പോ അവിടെ ഇല്ല. ഏതായാലും കണ്ടല്ലോ, സമാധാനായി. നീ ആ താക്കോലും കിടന്ന് ആക്സിഡന്റും ആൾക്കൂട്ടം കണ്ടപ്പോ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? നമുക്ക് ശരിയാവൂല്ല എന്നും പറഞ്ഞു വണ്ടി തിരിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ഞാനാ. നിന്നെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞ് നിന്റെ തന്ത കരഞ്ഞ് കാല് പിടിച്ചപ്പോ ആ ഒരു ദുർബല നിമിഷത്തിൽ എന്റെ മനസ്സലിഞ്ഞു പോയി. വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുന്ന് നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ സമ്മതിച്ചില്ല. എന്തായി? കയ്യിലെ കാശും പോയി, കേസിൽ പെട്ടു. എപ്പോഴും പറയുന്ന പോലെയല്ല, ഇത് അവസാനത്തെ വാക്കാ. ഇനി എന്റെ കൺവെട്ടത്തിൽ നിന്നെ കണ്ട നിന്റെ കണ്ണ് രണ്ട് ഞാൻ തല്ലിപ്പൊട്ടിക്കും. വിവരം കെട്ട കോവർ കഴുത. അവിടെ ഒരു രഹസ്യം പറച്ചില്ലേ? അടിക്കുന്നോ പട്ടികളെ? നീയൊക്കെ വെറും പട്ടികളാടാ. എന്തിയാടാ എക്സൈസ് വിദ്യാഭ്യാസ മന്ത്രി ഗുണശേഖരൻ എന്നാ എന്നാലും നിന്റെ വാലാട്ടിനൊരു DPP ചന്തമുണ്ട് കേട്ടാ. എവിടെ പോയി കിടക്കായിരുന്നടാ പന്ന? ബാക്കി പറയണ്ട, ഞാൻ ഊഹിച്ചെടുത്ത് പൂജിപ്പിച്ചോളാം. പഴയതുപോലെ അല്ല സാറേ, ഇപ്പൊ ഇത് വാങ്ങണമെങ്കില് പരേഡിൽ നിൽക്കുന്ന പോലെ ക്യൂ നിക്കണം. അവന്റെ അമ്മയുടെ ഒക്കെ ഒരു ഒടുക്കത്തെ ക്യൂ. പൊട്ടിക്ക്. അയ്യോ, ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിട്ടത് പൊട്ടിക്കാനാ? എടാ പൊട്ടിക്കാൻ പറഞ്ഞ അതല്ല, തുറന്നു ഒഴിക്കാൻ. ഞാൻ വിചാരിച്ച എന്താടാ നിനക്കൊരാട്ടം? നീ അടിച്ചിട്ടുണ്ടോ?
ഞാൻ ആരെ അടിച്ചിട്ടില്ല. ഇപ്പൊ സാധാ സമയം ഭൂമുലുക്കോ അല്ലേ, എപ്പോഴാ കുലുങ്ങണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടൊരു കരുതലായിട്ട് അടിപടിക്കുക. നീ ഒഴിക്കുന്നില്ലേ? ഒഴിച്ചോടാ അടിയടെ. വേണ്ട വേണ്ട, കമ്മീഷണർ സാറിന്റെ മുമ്പിൽ വെറും ഒരു കോൺസ്റ്റബിൾ ആയി പത്രോസ് ഒഴിച്ചടിക്ക്. എന്നാ മറന്ന് തല തേക്കത്തില്ല സാറ്. കമ്മീഷണറുടെ കമ്മീഷണറും കോൺസ്റ്റബിളും കോൺസ്റ്റബിളും. അതാണ് ഭരണഘടന. തെറ്റിയതാ, ഭരണഘടന. ഭരണ പത്രോസ്, നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യാം. വെള്ളം അടിക്കാത്ത ഞാൻ വെള്ളം അടിച്ചോളാം, അല്ല കൊല്ലല്ലേ. നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കാണ്. പോലീസിന്റെ പണിയും വേണം, താടി ഇട്ട് പഠിക്കാനും വേണം. ഒന്ന് നിന്റെ താടി അല്ലെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബ്ലേഡ് അലർജിയാണെന്ന്. അതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് സാറേ. ഞാനിത് പഠിച്ചാൽ എന്റെ മുഖം ബ്ലീച്ചിങ്ങില്ലാത്ത ഓംലെറ്റ് പോലെ. കണ്ടിട്ടൊരു കാറാണെന്ന് തോന്നുന്നു. ഒരു കുറ്റോടുപ്പിട്ടുണ്ടാ വരുന്നത്. കാറല്ല, കാറിൽ നിന്ന് വരുന്ന പെണ്ണ്. എങ്കിലത് അവളായിരുന്നു. അവളോ? അതേടാ, ആ അമേരിക്കൻ റേറ്റഡ് മീരയില്ലേ, തുണി മേടിക്കാൻ കാശില്ലാത്ത പൊന്നും. അവളെ പഠിക്കാത്ത കേട്ടത് അടി തിരക്കണ അവളെ. ഞാൻ പറഞ്ഞേക്കാൻ മുഖ്യമന്ത്രിയുടെ മോളെ അടിച്ചിറക്കാൻ മാത്രം താൻ വളർന്നോ? എന്നാ അടിക്കടോ. എന്നാടാ അടിക്കാത്തെ? അടിക്കണ അവളെ. എന്റെ പൊന്ന് സാറ്, മുഖ്യമന്ത്രിയുടെ മോളെ ഞാൻ അടിച്ച എന്റെ വീട്ടുകാർക്ക് എന്റെ ഫോട്ടോ സ്റ്റാറ്റ് പോലും കിട്ടൂല. എന്തിനാ കൊച്ച ഈ വേഷവും കെട്ടി ഈ നേരത്തെ ഇങ്ങനെ? ഈ നേരത്ത് വന്നാലല്ലേ അങ്ങേ ഒന്ന് ദർശനം കിട്ടൂ. ദർശനം തരാൻ ഞാൻ ആരാ? ദൈവം? അതോ നിന്റെ തന്തയെ പോലെ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി? രണ്ടും അല്ല. രാക്ഷസൻ എന്നാ എല്ലാവരും പറയുന്നത്. പക്ഷെ എനിക്കറിയാം ഈ കൊമ്പമീശ വെറും ജാടയാണെന്ന്. ഈ രാക്ഷസൻ വെറും പൂച്ചക്കുട്ടിയാണെന്ന്. ചെപ്പക്കുട്ടി എന്നിരിക്കും. മതി, ബാക്കി ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. ഗുഡ് നൈറ്റ്. ഗതാഗത വകുപ്പ് മന്ത്രി ഗതാഗത ക്ഷമിക്കണം. ഗുഡ് നൈറ്റ്. ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ദാസൻ ചട്ടമ്പിയെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു. ചട്ടമ്പികൾ ആരെയും സഹായിക്കാറില്ല. കുത്തും കുടലെടുക്കും, അത്രേ ഉള്ളൂ. അത്ര എനിക്കും വേണ്ടു. കുത്തണം, പക്ഷെ കുടലെടുക്കണ്ട. ആ നാറി ഒരു പാഠം പഠിപ്പിച്ചാ മതി. മനസ്സിലായില്ല. ആ രമേശൻ നായരനെ കുളം തോണ്ടി 500 1000 എന്താ വേണ്ട ചെയ്യാൻ തരാം. തന്നെ അവൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു അല്ലേ? അവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. എങ്കിൽ അവനെ അങ്ങ് കൊന്നേക്കാം. ഓ, അത് വേണമെന്നില്ല. കുറെ കാലത്തെങ്കിലും അവൻ എഴുന്നേറ്റ് നടക്കരുത്. ഇനി ഒരുത്തനും ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. എങ്കിൽ കാൽ 2 വെട്ടി കളയാം. പിന്നെ കണ്ണുകുത്തി പിടിക്കണം. അതൊക്കെ ദാസൻ ചട്ടപ്പിയുടെ ഇഷ്ടം. എങ്കിൽ 1101 അത്രയും രൂപ തരണം. 1000 എന്റെ റേറ്റ്. 101 രൂപ കൂർമ്മക്കാവിലെ ഭണ്ഡാരത്തിലിടാനാ. അതാ എന്റെ പതിവ്. ഏറ്റു, എല്ലാം ഞാൻ ഏറ്റു. എവിടെടാ നിന്റെ മുതലാളി? പറയടാ. പോയി, ഇവിടുന്ന് പോയി. എങ്ങോട്ട് പോയി? വീട്ടിലേക്ക്. അല്ല, വീട്ടിലേക്കല്ല, എങ്ങോട്ടോ പോയി. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. എന്റെ കത്തിക്ക് ജോലി ഉണ്ടാക്കണ്ട. വീട്ടിലേക്ക് പോയി. എങ്കിൽ വീട്ടിൽ വെച്ച് തന്നെയാണ് അവന്റെ അന്ത്യം. ഈശ്വര, ഇതെന്ത് കഥ? വൃത്തിയായിട്ട് എഴുതുമോളെ. താരം. അയ്യോ, കൊല കൊല കുത്തിക്കൊല. എന്താ കുറിപ്പേ? ജീവന് കൊതിന്റെ ഓടിക്കോ. എന്താ കുറിപ്പേ? കാര്യം പറ. അതൊന്നും പറഞ്ഞിക്കാൻ നേരില്ല. വാ, വരി, വാ മോളെ. ഞാനാ പറഞ്ഞത് പിൻഭാഗത്തോട് ഓടിക്കോളാൻ. കാര്യം പറയണോ? എന്താ? ദാസൻ, കാലക്കൂട്ടിൽ ദാസൻ കത്തി നിവർത്തി ഇപ്പെത്തും, കുത്തും. അയ്യോ രമേശേട്ടാ. കരയിൽ വന്നു. എവിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയി വീട്ടിലുണ്ടെന്ന്. നിങ്ങളോട് ഓടാനല്ലേ പറഞ്ഞു. ദാസൻ എന്താ എന്നെ കൊല്ലുന്നത്? ഞാൻ എന്ത് ചെയ്തു? തെറ്റും ശരി നോക്കാനുള്ള സമയമല്ലേ ഇത്? രമേശ, കുറിപ്പ് പറയുന്നത് കേക്ക്. നീ ഓടിക്കാൻ മോനെ. അമ്മ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? രമേശേട്ടാ, എനിക്ക് വയ്യൊരു കൊലക്കുറ്റത്തിന് സാക്ഷി പറയാൻ.
അമ്മേ രമേശേട്ടാ പോകണ്ട. ഇവിടെ ജീവിക്കാൻ വയ്യ. രമേശൻ നായരെ വാതിൽ തുറക്ക്. വാതിൽ തുറക്കാൻ. വാതിൽ തുറക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല ദാസാ. ഇത് കാരക്കൂട്ടിൽ ദാസനാണെന്ന തള്ളയോട് പറയടോ. ദാസന് ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? കുറച്ചു കാലമായി എന്റെ കത്തിക്ക് പണിയില്ലാതിരിക്കുക. ഇന്നെനിക്ക് അതിന്റെ ദാഹം തീർക്കണം. ദാസ, അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇനി അഥവാ എന്നെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്ക്. ദാസനേക്കാളും വലുതാണ് അവിടെ പോലീസ്. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. തുറന്നില്ലേ ഞാൻ ചവിട്ടി പൊളിക്കും. വേണ്ട ദാസ. തുറക്കില്ലല്ലേ? നീ എന്തെങ്കിലും പുറത്തിറങ്ങുമല്ലോ. അപ്പൊ കാണാം. ആഹാ, ഇത് ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങിയോ? ഹലോ, ആ സ്രാങ്ക് എവിടെയില്ലേ? അയ്യോ, ഇത് ബോട്ടല്ല, കടയാ. റോങ് നമ്പർ. ദാ പറയണ കേട്ടാ മതി. ആ സ്രാങ്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 5 മിനിറ്റിനകം ഈ ഫോണിന്റെ ചോട്ടി വന്നിരിക്കാൻ പറ. അത് പറയാൻ നിങ്ങളാര്? മായാവി. ശരി. ശ്രാങ്കേ, ഒരു സർബത്ത് കുടിച്ചിട്ട് പോവാ. എന്റെ പൊന്നോ വേണ്ട. എന്നിട്ട് കാശിലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ? സ്രാങ്ക് വരുന്നു. ആ ചേരങ്ങട്ട് എടുത്തേ. ഒന്നങ്ങട് മാറി 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 കൊടുക്ക്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് മറിമായും? എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഹലോ, ഞാനാ മായാവി. ഞാൻ എപ്പോഴാടാ നിന്റെ ശിഷ്യനായത്? തവളപ്രക്കാടി, നീ എപ്പോഴാടാ എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. എനിക്ക് അവിടെ നിന്നെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അർത്ഥമെടുക്കും. മനസ്സിലായില്ലേ? യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. ശരിയാടാ, ശ്രാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. പിന്നെ ഞാനെന്തിനാ ആശാനെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. ശരി. ഞാനല്ലേ പറയുന്നത്, നിനക്ക് ഈ ആശാന വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നും എത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. കേരടാ, ബ്ലാഡ് ഫുൾ. അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന് നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുതെന്ന്. നിങ്ങൾ കേട്ടില്ലേ? ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? തനിക്ക് എത്ര രൂപ തരാനുള്ളത്? ഒന്ന് ചുമ്മാ കിട്ടാങ്കെ ആ ടീച്ചറിന് കയ്യെടുത്തേ. നാട്ടുകാരാകുമ്പോ കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊന്ന് വാങ്ങി നോക്കി ഇരിക്കും. അതൊന്നും കാര്യാക്കാനില്ല. എന്നൊരു 50 രൂപ എടുത്തേ. ഇങ്ങനെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇനി എന്തറിയാനാ?
കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. നീ ഇന്ന് മുതൽ എന്റെ കൂടെ കൂടിക്കും, ശിക്ഷനായിട്ട്. അത് വേണോ? വേണം. ഒരു ഫ്രീ ചായ ഇവന് കൊടുക്ക്. നിങ്ങളൊന്ന്, നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം. പലഹാരം വേണോ സ്രാങ്കേ? പലഹാരം അല്ലടാ കഴുതേ, പരിഹാരം. ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. ആശാനെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴി വെച്ച് തരും. സ്ലാങ്ക് പറയും, അപ്പ കേട്ടാ മതി. സ്ലാങ്ക് കാണിക്കും, അപ്പ കണ്ടാ മതി. എന്നാ ഒന്ന് കാണിക്ക് സ്രാങ്കേ. എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. അയ്യോ, ഇനി തല്ലരുത്, ഞാൻ സത്യം പറഞ്ഞോളാ. ഞാൻ മ്യായാവല്ല, അവൻ പണിയും കഴിഞ്ഞു പോയി. ഞാൻ സ്രാങ്ക്, അവനേക്കാൾ ഭയങ്കരനായ അവന്റെ അച്ഛൻ. എന്റെ ശിഷ്യം വന്ന് നിന്റെ കഥ കഴിക്കും മുമ്പ് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞോളാം. ഇനി എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു. നീ സത്യം പറ മോനെ ദിനേശ. ഇന്ദുവിന്റെ അനിയത്തി അമ്മു ഇവിടെ പണയം വെക്കാൻ കൊണ്ടുവന്നത് സ്വർണം തന്നെയാ. അത് മുക്കുവണ്ടോണെന്ന് വരുത്തി തീർത്തത് തോട്ടപ്പള്ളിയിലെ സുഗുണം പറഞ്ഞിട്ടാ. എന്താ ഈ കേൾക്കണം? ഇനി എന്നെ ഏൽപ്പിച്ച പണി. ഞാനും ഒരു അപരാധം ചെയ്തിട്ടുണ്ട്. എന്റെ ശിഷ്യന്റെ അഭ്യർത്ഥനയെ മാനിച്ച് ഞാൻ ആ സത്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഇന്ദുവിന്റെ മുറിയിൽ ദിവനെ മദ്യപിച്ച് മതോന്മത്തനാക്കി ഇന്ദുവിന്റെ ഓഫീസ് മുറിയിൽ അവളറിയാതെ കൊണ്ടുപോയി കിടത്തിയത് ഞാനാ. ആ തോട്ടപ്പള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇന്ദു ഇക്കാര്യത്തിൽ നിരപരാധിനിയാണ്. നാട്ടുകാരെ, അവൾ നിരപരാധിനിയാണ്. നിന്നെ തന്നെ ഈ എന്നെയാണോ എന്ന് വിളിച്ചത്? എന്തേ പിടിച്ചില്ലേ? ആരുടെ ഈ മായാവി എന്ന് പറയുന്നവൻ? പറയുന്നവനല്ല, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവൻ. അവൻ എവിടെ, എപ്പോൾ, എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് എന്റെ അരുമശിഷ്യൻ. എങ്കിൽ വിളിക്കണം നിന്റെ അരുമശിഷ്യനെ. പൊതുജനത്തിന്റെ മുമ്പിൽ വരാൻ പറ, എന്നിട്ട് ആണുങ്ങളോട് മുട്ടാൻ പറ. ആശാനെ തല്ലിയാൽ ശിഷ്യന് നോവുമല്ലോ. തല്ലിക്കോ. ധൈര്യമുള്ള തന്തയുടെ തറവാട്ടി പറഞ്ഞവനാണെങ്കിൽ തല്ലിക്കോ. ഇപ്പൊ ഞാൻ കൊള്ളും. എന്റെ ഈ ശരീരത്തിലെ ഓരോ സ്പെയർ പാർട്സിനും തല്ലുകൊണ്ട് നല്ല ശീലോ. പക്ഷെ എന്നെ തല്ലിക്കഴിഞ്ഞാലുണ്ടാ നിന്റെ അവസ്ഥ ഓർക്കുമ്പോ എനിക്ക് വിഷമോ. നീയൊക്കെ രാത്രി ഏത് കിടപ്പറ കിടന്നുറങ്ങിയാലും നിന്റെ കഴുത്തിന് മേലുള്ള തലവിട്ടി മാറ്റും മ്യായാവി. അത് നേരിടാനുള്ള ചങ്കൂറ്റുണ്ടെങ്കിൽ തല്ലിക്കോ. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ആ മായാവി എന്ന് പറയുന്നവരോട് പറഞ്ഞേക്ക് ഞാനൊന്ന് കാണുന്നുണ്ടെന്ന്. ഓടാ. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. ഓടാ. സുമംഗലീനി ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ജോസേ, ഒന്ന് വേഗം ശരിയാക്കിട്ട് വരൂ. കറണ്ട് ഇല്ലാണ്ട് മുത്തച്ഛന് ഷേവ് ചെയ്യാൻ പോലും പറ്റില്ല. മേനൻ സാറ് കറണ്ടോണ്ടാ ഷേവ് ചെയ്യണേ? ആദ്യം നാട്ടുകാരുടെ കാര്യം, ഫസ്റ്റ് പ്രിഫറൻസ്. എന്നിട്ട് മുല്ലശ്ശേരി മേനൻ സാറുള്ളൂ, ഈ ജോസുള്ളൂ. നാശം. കുട്ടി എന്തിനാ എന്നെ കുറിച്ച് നോണ പറയണേ? കുട്ടിയുടെ വീടായിട്ട് എനിക്ക് നല്ല ബന്ധ. അതെന്തിനാ ഇല്ലാണ്ടാക്കണേ? മനസ്സിലായില്ല. മോര് വാങ്ങാൻ വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്തൊക്കെ നുണയാ മേനോൻ സാറിനോട് പറഞ്ഞേ? ആയിരുന്നോ? കുട്ടിയെന്നല്ലേ പറഞ്ഞത്? ഓ, അത് ഞാൻ കുട്ടിയായിരിക്കുമ്പോഴല്ലേ. അതൊക്കെ ഓർത്ത് വെക്കാൻ പറ്റുമോ? കുട്ടിക്ക് എന്താ തലയ്ക്ക് സുഖയില്ലായ്മയുണ്ടോ? ചെറിയൊരു തലവേദന. തലയ്ക്ക് സ്ഥിരക്കുറവുണ്ടോന്ന്? പ്രാന്ത്. ജോസേ, ഇയാൾ എന്തൊക്കെ പറയണു?
എടീ എന്റെ അടുത്ത് വേണ്ട കളി. മനുഷ്യനെ കളിയാക്കലുണ്ടല്ലോ. മുല്ലശ്ശേരിലെ കുട്ടിയാണെന്ന് ഞാൻ ആലോചിക്കില്ല. ഓർമ്മ വെച്ചോ. ആര് നീ പൊടത്തണ്ടി. പോ പിന്നെ എടുത്തോളാം. അറിയില്ലേ ഇവിടെ ഇരുന്ന പിസൂരി അറിയില്ലേ? സുധാകരനായന്റെ പെങ്ങള് ജോസിനെ വഞ്ചിച്ചു. പിസൂരി സാരില്ല. ഇത്ര എളുപ്പം മനസ്സിൽ കൊണ്ടുവരുന്ന ആഗ്രഹ. അതിപ്പോ എനിക്കറിയാം, ഒരു 100 പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കേറ്. അപ്പൊ എന്റെ സൈക്കിളോ? അതവിടെ ഇരിക്കട്ടെ, ആരും കൊണ്ടുപോവില്ല. ജോസിനെ വേണ്ട, പിന്നെയാണ് ജോസിന്റെ സൈക്കിള്. കേറ് ജോസേ, പിടിച്ചിരുന്നോളണം. പള്ളി പറഞ്ഞാല് ജോസ് സ്ത്രീകളെ തൊടില്ല. ഒരു ഗ്യാപ്പ് എപ്പോഴും ആവശ്യ. അതെ, 10 ചട്ടി വേഗം താഴേക്ക് എത്തിക്കും കേട്ടോ. നമസ്കാരം. കോൺട്രാക്ടറല്ലേ ബാലു? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചേട്ടാ ചേട്ടാ, ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. കോൺട്രാക്ടർ എന്താ വിളിച്ചിരിക്കുകയാണോ? ഏയ്, ഞാൻ ഈ പലവയ്ക്ക് എന്തോ കേട്ടണമെന്ന് കേട്ടപ്പോ എന്താണെന്ന് നോക്കായിരുന്നു. എന്താ വിശേഷിച്ച്? ഞങ്ങളുടെ ജില്ലാ കൺവെൻഷൻ. ഓ, സംഭാവന. 100 രൂപയോ? ഞങ്ങളൊരു കോൺട്രാക്ടറിൽ നിന്ന് മിനിമം പ്രതീക്ഷിക്കുന്നത് 1000 രൂപയാണ്. അയ്യോ, കോൺട്രാക്ടറിന് പേര് മാത്രമേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളാണ്. ദിവസവും കൂലി കൊടുക്കാൻ തന്നെ ഭയങ്കര ടൈറ്റാ. പിന്നെ സർക്കാരിൽ നിന്ന് ബില്ല് മാറി കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള പറ്റി ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ രാഷ്ട്രീയത്തിലൊരു വലിയ മാറ്റം നടക്കാൻ പോവാണ്. ഞങ്ങളോട് കേറിയ പിന്നെ പറയണ്ടല്ലോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ പിന്നെ അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് മോളേക്ക് ആവശ്യം വരില്ലേ? ഈ താങ്ങ് കൊടുക്കാനും വാർപ്പിനൊക്കെ. പിന്നെ അതിന് 10 രൂപ മുള ഞങ്ങൾ കൊണ്ടുപോകും. കൊടി നാട്ടാനാ സമ്മേളന സ്ഥലത്ത്. അയ്യോ, അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല, തട്ടടിക്കുന്ന ടൈമായി. എന്നാ സമ്മേളനം? അടുത്ത ഞായറാഴ്ച. അപ്പൊ പിന്നെ പ്രശ്നമില്ല. തട്ടടിക്കേണ്ടത് പിന്നത്തെ ബുധനാഴ്ച. സമ്മേളനം കഴിഞ്ഞ് തിരിച്ചുകൊണ്ടിട്ടാ മതി. അത് ഞങ്ങൾ പറ്റും. എന്നാ വരും, വന്നാട്ടെ. 100,000 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെരുവാരം എന്റെ അടുത്തേക്ക് അയക്കരുതെന്ന്. അവരെ കണ്ട് മുങ്ങി എന്നെ നീ അവരുടെ മുമ്പിലേക്ക് തള്ളിവിട്ടു. ചേട്ടൻ മുങ്ങിയതാണെന്ന് ഞാൻ അറിയണ്ടേ? അതിനാണ് കോമൺ സെൻസ് വേണമെന്ന് പറയുന്നത്. കോമൺ സെൻസ് ഇല്ലാത്തവന് ഒരിക്കലും ഒരു നല്ല കോൺട്രാക്ട് ആവാൻ പറ്റില്ല. അതുകൊട്ടെ സമ്മേളന സ്ഥലത്ത് കൊടി നാട്ടാൻ മുള നിന്റെ അപ്പൂപ്പിനെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് ഈ ജന്മത്ത് കിട്ടാൻ പോണില്ല. എന്നാ പിന്നെ തരാൻ പറ്റില്ല എന്ന് ചേട്ടന് പറഞ്ഞാ മതിയായിരുന്നില്ലേ? നയം വേണം. രാഷ്ട്രീയക്കാരെ മുഖത്ത് നോക്കി വെറുപ്പിക്കരുത് എന്നാണ് ഒരു കോൺട്രാക്ടർ ആദ്യം പഠിക്കേണ്ടത്. ഗുരുനാഥന്റെ മകനായി പോയില്ലേ? അല്ലെങ്കിൽ നിന്നെ പോലൊരു മരമണ്ടനെ 1 മണിക്കൂർ നേരെ എന്റെ ഐസ്മിനാടി ഞാൻ നിർത്തുകയില്ല. കോൺട്രാക്ടർ അല്ലേ? അതെ. നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസമുണ്ടോ? മനസ്സിലായില്ല. അല്ല, ടൗണിൽ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നതെന്നും ദിവസേന പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു വീട് അന്വേഷിക്കുന്നതെന്നും കേട്ടു. നല്ല ഒന്നാന്തരം വീടുണ്ട്. വാടക ചില നീക്കുപോക്കൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അഡ്വാൻസ് 10,000 രൂപ തന്നെ കൊടുക്കണം. പിന്നെ എന്താ, അല്ലറ ചില്ലറ പ്രേതശല്യം ഉണ്ടെന്ന് മാത്രം. ആത്മധൈര്യമുള്ളവർക്ക് എന്ത് പ്രേതം? ധൈര്യത്തിന് കുറവൊന്നുമില്ല. പിന്നെ നിങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്താ എന്നെ കണ്ടപ്പോ ചുരുണ്ടുകൂടിയ പോലെ? എനിക്ക് കുറച്ച് കണക്ക് നോക്കാണ്ടായിരുന്നു. ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് അക്കൗണ്ട്സ് ഉണ്ടോ ഈ കടയ്ക്ക്? കടാണ്, കംപ്ലീറ്റ് കടം പോയിരിക്ക. കുട്ടി കോളേജിൽ പോക്കില്ലേ? ഞാൻ ആഴ്ചയിൽ 2-3 ദിവസമേ പോവാറുള്ളൂ. ആദ്യമായിട്ട് കടയിൽ വന്നിട്ട് ഒന്ന് ഇരിക്കാൻ പറഞ്ഞില്ല. ചായ ചായ ചായോ അതോ കാപ്പിയോ? ഇഷ്ടമുള്ളത്. കാപ്പി. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ഇല്ല. ഈ റോസിനൊക്കെ എന്ത് വള ഇടുക? രാധ പറയണു ആട്ടുംകാട്ടം നല്ലതെന്ന്. ആട്ടുംകാട്ടം വളരെ ഗോവലയുടെ കണ്ടിട്ടില്ലേ? എന്ത് ആട്ടുംകാട്ടം? അല്ല, നമ്മുടെ മേനോ സാറിന്റെ. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് പത്രം ഒന്ന് വേണം. പത്രം? ഗോപാലയുടെ ഇരിക്കെ. ഇല്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. എന്താ മൂപ്പര് പറഞ്ഞേ? ഒന്നുമില്ല.
ഗോപാലേട്ടനെ അറിയില്ലേ? നമ്മുടെ ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം. എന്നിട്ട് വളം ഞാൻ പറഞ്ഞുതരാം. വരണം. ഞാൻ കുറെ ചെടിക്കമ്പോളൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ ഇപ്പൊ പോയിക്കോളൂ. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്. എന്നാ പോയിക്കോളൂ. കാപ്പി കാപ്പി വരാൻ 1 മണിക്കൂറാവും. സമയമില്ല. എന്നെ അവോയ്ഡ് ചെയ്യണോ? എന്തിന്? ഓക്കെ. വൈകിട്ട് വീട്ടിൽ വന്നില്ലെങ്കിലേ മൂക്ക് ഞാൻ ചെത്തും. സുധാരേട്ടോ, സുനനല്ലേ? തെമ്മാടി തരത്തിന്റെ രാത്രിണ്ട്. ചെമ്മാടി തരൂ. അത് ഞാനെന്താ ചെയ്തത് സുധാരേട്ടാ? എടാ, ഒരു പെൺകുട്ടിക്ക് ഇവിടെ വരാൻ പറ്റില്ലേ? ഇതൊരു വ്യാപാര സ്ഥാപന, പലരും വരും. അതിനെ കളിയാക്കെ? അയ്യോ, സത്യമായിട്ട് ഞാൻ കളിയാക്കിയതല്ല സുധാരേട്ടാ. പോടാ എനിക്ക് അറിഞ്ഞൂടെ? നീ പോ. വെറുതെ വേണ്ടാത്ത കാര്യത്തിനാ വർത്താനം ഉണ്ടാക്കണേ. പിന്നെ അവനൊരു ചോദ്യം കേട്ടില്ലേ? കേട്ടു. കളിയാക്കിയതാണെന്ന് നിന്റെ തോന്നല. ഇത് കളിയല്ല കുട്ടാ. തുടങ്ങി. എനിക്കെന്നെ ദേഷ്യം വരൂട്ടോ. നീ ആ പെൺകുട്ടിയുടെ കണ്ണി നോക്കിയോ? നോക്കി. എന്താ? എന്നിട്ടൊന്നും കണ്ടില്ല. ശരിയല്ല, അത്ര ശരിയല്ല. നിങ്ങൾക്കിത് എന്തിന്റെ കട? 8 പൊട്ടും തിരിയാത്തൊരു കുട്ടി. വെറുതെ തോന്നിയാസം പറയരുത്. ഇതേ അമേരിക്കയിൽ ലണ്ടനൊന്നും അല്ലാട്ടാ. എന്തിരിപ്പാ കുട്ടിയെ ഇത്? ഇന്നലെ രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടച്ചോ നീ? എല്ലാം ഈശ്വരൻ നേരാക്കി തരുമോ? അവൻ രാമനാഥൻ സാറിനെ കണ്ടിട്ട് രാത്രി തന്നെ വന്നല്ലോ. ഇവര് ഇരുട്ടിട്ടാ വന്നത്. പിന്നെ തന്നെ കിടന്നു ഉറങ്ങി. ഉണങ്ങിട്ടില്ല. മുത്തച്ഛി കോലി പോയിട്ട് ഇപ്പൊ വരാം. എന്റെ മോള് സങ്കടപ്പെടുന്നു വേണ്ട കേട്ടോ. ചായ കുടിക്കും. തൊടുപോലെന്ന് ഞാൻ രാമാസാറിന് വാക്ക് കൊടുത്താ. എന്നിട്ടിപ്പോ അബോധാവസ്ഥയിൽ നീ എന്റെ കന്യാത്തം കവർന്നെടുത്തോടി. ഈശ്വരൻ എന്റെ വെർജിനിറ്റി പോയി. ഒരു സ്നേഹമില്ല അപ്പൂന്. ഇന്നലെ രാത്രി എന്നെ തനിച്ചാക്കിയിട്ട് പോയില്ലേ? വന്ന ദിവസം തന്നെ എന്നോട് ഇത് വേണ്ടായിരുന്നു. ഞാൻ ഒത്തിരി കരഞ്ഞു. എല്ലാരും ഉപേക്ഷിച്ചല്ലേ അപ്പൊ ഞാൻ വന്നേ. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? സോറി മോളെ, മനഃപൂർവ്വം നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പോയതൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. എന്ത് അത്ഭുതം? പറയാം. അതിനു മുമ്പ് നിന്റെ പരിഭവം ഒന്ന് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം. രാമനാഥൻ സാറിന് കൊടുത്ത വാക്ക് തൽക്കാലം കാശിക്ക് പോട്ടെ. ഇല്ല. അയ്യോ, ഈശ്വരൻ ഇവിടെ കൊല നടക്കും. ഇതുവഴി പോയാൽ കാണും. അയ്യോ, അതുവഴി പോവല്ലേ. കട്ടിന്റെ അടി കയറിക്കോ. നിനക്കെന്താണ് ഒരു സിനിമാ സ്കോപ്പ്? രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ഇവിടെ ഒന്ന് കേറിയിട്ട് പോകാന്ന് വിചാരിച്ചു. ആറ്റുവാക്കാര് അത്ര നല്ലവരായതുകൊണ്ട് ടെൻഷൻ. രാത്രി പ്രശ്നമൊന്നും എന്ത് പ്രശ്നം? ഞാനിവിടെ കിടന്നു, അവിടെ മോളിൽ കിടന്നു. അല്ല, അകത്ത് കിടന്നു. അതല്ലടാ മരക്ക്. ആ ആന്റണി സംഘവും ഒന്നും വല്ല കുഴപ്പമുണ്ടാക്കിയെന്ന് ചോദിച്ചാ നീ അവളോട് കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ അവളോട് പറയാം. എവിടെ അവള്? എവിടെ അവള്? ആകാശത്ത്. അല്ല, അകത്ത്. എന്തേ അവള്? ഷേവ് ഷേവ് അല്ല, പല്ലേക്കണോ? നീ അവളൊന്ന് വിളിച്ച്. ഇപ്പൊ പറ്റില്ല. എന്താ പറ്റില്ല? വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പറ്റില്ല. എന്താ പ്രശ്നം? ഇപ്പൊ പറ്റില്ല. എന്താണ് പ്രശ്നം? ബാത്റൂമില്ല. എന്നാ നേരത്തെ പറഞ്ഞു തൊലിച്ചൂടെ? ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ നിനക്ക് തലയ്ക്ക് വട്ടായ? വട്ടായ? എനിക്കങ്ങനെ തോന്നാ. ആകപ്പാടെ ഒരു പരിഭ്രാന്തി. വെറുതെ ചിരിക്കാനും കരയാനും അങ്ങോട്ട് തോന്നുന്നു. ഇതിനാണ് സാർ വട്ടെന്ന് പറയാ. ഇതിനും വട്ടെന്ന് പറയാറുണ്ട്. നിനക്കെന്താ കോങ്കണ്ണോ? ദൈവമേ, സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കോങ്കണ്ണം വരുന്നുണ്ട്. കംപ്ലീറ്റ് പ്രോബ്ലം. ആ, എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായാലും രാവിലെ തന്നെ പെങ്കൊച്ചിനെ കൊണ്ട് വീട്ടിലാക്കി. അയ്യോ, ഒന്നുമില്ല, വെറുതെ
പിന്നെ കട്ടിലടിക്കണം വിഷമിക്കുന്നുണ്ടാവില്ലേ? അതെ. സാറെന്താ പറഞ്ഞേ? ഒന്നാമത് നീ അവളെ വളച്ചൊരു പരുവത്തിലാക്കി. കട്ടിലടി കിടന്ന് ഇനിയും വളഞ്ഞ അരിവാള് പോലെ ഒരു ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് പോകാൻ പറയണുള്ളൂ. ഇറങ്ങി പോരെ, കണ്ടുപിടിച്ച് കൊണ്ടാക്കിട്ട് എന്നെ ഒന്ന് വിളിക്കണം. നേരാ കൊച്ചമ്മേ, ഇന്ദുവിനെ ഹാർബറിലേക്ക് തിരിച്ചെടുക്കണമെന്ന് എല്ലാ തൊഴിലാളികളും കൂടി തീരുമാനിച്ചു. ഒരു സ്വീകരണം തന്നെ തരാനാ പരിപാടി. അപ്പൊ കാര്യങ്ങൾ അറിഞ്ഞല്ലോ. എന്നെ കൊണ്ട് ആ ക്രൂരത ചെയ്യിപ്പിച്ചത് തോട്ടപ്പള്ളിക്കാരാണെങ്കിലും ഇപ്പൊ തിരുത്തിപ്പിച്ചത് എന്റെ ശിഷ്യനാ മ്യായാവി. മ്യായാവി. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ ഇവനോടും. ഇന്ദു നിരപരാധിനിയാണ് എന്നതുപോലെ തന്നെ ഇവനും നിരപരാധനാണ്. ഈരായിട്ട് സംസാരത്തിൽ ഭയങ്കര വ്യാകരണമല്ല. അതെന്റെ ശിഷ്യനായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് ലഭിച്ചതാ. അവന് മലയാളത്തിലൊക്കെ ഭയങ്കര പിടിപാടല്ലേ. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. ആരാടാ നിന്റെ ഈ ശിഷ്യൻ? എനിക്ക് അവനെ ഒന്ന് കാണണം. ഒന്നിങ്ങോട്ട് വരാൻ പറയൂ. അതൊക്കെ സമയമാകുമ്പോ വരും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി. അവൻ കുറച്ച് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അറിയാലോ, ശിവശങ്കരൻ മുതലാളി ജയിലിൽ നിന്നിറങ്ങിയ ഒന്ന് കൊലപ്പെടുത്താൻ കാത്തിരിക്കാൻ തോട്ടപ്പള്ളിക്കാരി. അത് സംഭവിക്കാതെ നോക്കാമെന്ന് അവൻ വാക്ക് തന്നിട്ടുണ്ട്. വിശ്വാസം മതി കേട്ടാ. വിശ്വാസക്കുറവൊന്നുമില്ല. അവനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് അവനെ വലിയ വിശ്വാസമാണ്. പക്ഷെ നിന്നെ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് നിന്റെ കയ്യിൽ ഞാൻ പണം തരില്ല. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. നിങ്ങളൊക്കെ ഈ എനിക്ക് തന്നെ എന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ പോലും എനിക്ക് പൈസ കൊടുക്കാറില്ല. പിന്നെ വേറെ ആരെങ്കിലും തരുമോ? പണം എന്നെയല്ല, ഈ അമ്മൂനെ ഏൽപ്പിക്കാനാണ് പറഞ്ഞത്. ഒരു പയ്യൻ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. അവന്റെ ചികിത്സക്കുള്ള പണം എത്രയാണെന്ന് അമ്മൂനറിയാം. അവളെ ഏൽപ്പിച്ചാ മതി. അമ്മൂന് വളരെ വേണ്ടപ്പെട്ട പയ്യനാണ് അവൻ. ഞാനവന്റെ പേര് പറയട്ടെ, രമേശ്. സതീഷ് അങ്ങനെയല്ലേ സരങ്കനോട് പറഞ്ഞത്? ആണോ? എങ്കിൽ സതീഷ്. നേരാന്നോടി ഇവനീ പറയുന്നേ? അതെ. അതേതാടി? ഞങ്ങൾക്കാർക്കും അറിയില്ലാത്ത നിനക്ക് ഇത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യൻ. എന്നോട് അവള് പറഞ്ഞിട്ടുണ്ട്. അത് അവളുടെ ഒരു ഫ്രണ്ടാ. ഫ്രണ്ടോ? അതേ മച്ചി, ഈ ആധുനികവൽക്കരണത്തിൽ കമിതാക്കളെ പൊതുവെ ഫ്രണ്ട് എന്നാ പറയാറ്. നീ അങ്ങോട്ടാടാ ഈ തള്ളിക്കറി വരുന്നത്? അങ്ങോട്ട് ഇറങ്ങിക്കടാ. ശരി, പണം ഞാൻ കൊടുക്കാം. നീ പറഞ്ഞ പോലെ എന്റെ മോൻ ശിവശങ്കരന് ഒരു ആപത്തും വരാതെ അവൻ നോക്കുമല്ലോ. അത് 100% ഗ്യാരണ്ടി. ഗ്യാരണ്ടി കൊടുക്കാൻ നീ ആരടാ? റോൾഡ് ഗോൾഡ് നടത്തണ്ട. വേണ്ട വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. 100% ഗ്യാരണ്ടി. എന്റെ അരിമ ശിഷ്യം മായാവിയുടെ മായാവലയം ശിവശങ്കരൻ മുലാളുടെ രക്ഷക്കായി എപ്പോഴും ഉണ്ടാവും. അവൻ നിന്റെ ശിഷ്യനാണെന്നല്ലേ പറഞ്ഞ? അപ്പോ ഒരു കാര്യം നിനക്ക് അറിയാൻ പറ്റുമല്ലോ. പറ്റണമല്ലോ. എങ്കി പറ, ഈ മായാവി എന്തിനാ ഇവരെ സഹായിക്കുന്നേ? ഇവരുമായിട്ട് എന്താ ബന്ധം? എന്താ ബന്ധമെന്നോ? ബന്ധത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ കഴിഞ്ഞ കൊല്ലം ഉത്സവത്തിന് അവൻ വന്നിരുന്നു. അന്നു ഇന്ദു ചെയ്ത ഭരതനാട്യം അവന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി. അവൻ അറിയാതെ തന്നെ അവളെ ഇഷ്ടപ്പെട്ടു. ഇന്ന് ഇന്ദു എന്ന് വെച്ചാ അവന് ജീവനാണ്. ഐ മീൻ വാട്ടക്കഴങ്ങില്ലാത്ത കോട്ടപ്പുറം ചന്ത പോലെ. അങ്ങനെയാണെങ്കിൽ അവനെന്തിനാ മറഞ്ഞു നിൽക്കുന്നേ? നേരിട്ട് വന്ന് പറഞ്ഞൂടെ? അതാണ് ഈ മ്യായാവിമാരുടെ പ്രത്യേകത. മ്യായാവികൾ ഒരിക്കലും രംഗപ്രവേശം ചെയ്യാറില്ല. കാരണം ഇന്ദുവിന്റെ ഇഷ്ടം അവനെ അറിയിച്ചിട്ടില്ലല്ലോ. ഒന്ന് അറിയിച്ചു നോക്കൂ, അവനെത്തും. നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അവിടുന്ന് ആശാൻ മുമ്പേ നടക്കും, ശിഷ്യ പിറകെ നടന്നാൽ മതി. മേലാൽ ഓവർടേക്ക് ചെയ്യരുത്. ഞാൻ പോയി നെയ്യ് ചോദിച്ചാൽ പെട്ടെന്നൊരു അത്യാവശ്യം നാട്ടിൽ പോയെന്ന് പറഞ്ഞേക്കും. പില്ലേഴ്സിന്റെ വർക്ക് തീർന്നെന്നും അടുത്ത സ്റ്റേജ് നാളെ തന്നെ ആരംഭിക്കുമെന്ന് പറഞ്ഞേക്കണം. എന്നെ കൊണ്ട് ഇങ്ങനെ നുണ പറയിക്കുന്നതിന്റെ ശാപം എനിക്ക് കിട്ടുമോ അതോ ചേട്ടന് കിട്ടുമോ? എനിക്കിനി എന്ത് കിട്ടാൻ? നീയല്ലേ എന്റെ ഏറ്റവും വലിയ ശാപം. പിന്നെ മാഡത്തിനോട് എന്നെ പറ്റിയുള്ള പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും പറയണ്ട. കൊള്ളാം. എന്നെ കൊന്നാ ഞാൻ പറയൂ? നമ്മുടെ മറ്റേ നെന്മാറ പോലീസ് സ്റ്റേഷൻ കേസ് എന്നെ നാവിന്റെ തുമ്പത്ത് എത്ര പ്രാവശ്യം വന്നതാ? ഞാൻ മിണ്ടിയോ? അല്ല, കുറെ നാളായല്ലോ നീ നെന്മാറ കേസും കൊണ്ട് നടക്കുന്നു. ഒരു കൂട്ടുകാരനും അവന്റെ കാമുകിക്കും ഞാൻ അഭയം കൊടുത്തു.
18 വയസ്സ് തികയാത്തതുകൊണ്ട് പെണ്ണിന്റെ തന്ത അവളെ പിടിച്ചുപോയി. കാമകനെ പിടിച്ച കൂട്ടത്തിൽ ചോദ്യം ചെയ്യാൻ എന്നെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതിലപ്പുറം ഒന്നും അവിടെ നടന്നിട്ടില്ലല്ലോ. 3 ദിവസം ലോക്കപ്പിന്റെ അഴി എണ്ണിയത് ഒരു ചെറിയ കാര്യമാണോ ചേട്ടാ? സത്യം എന്തായാലും കേസ് പെണ്ണുകേസല്ലേ? പുറത്തിറങ്ങാ മരണം വരെ നടക്കടാ. പുറത്തറിയിച്ചാൽ പിന്നെ നിന്റെ മരണത്തിന് വേറെ കാരണമൊന്നും വേണ്ട. ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്ക് യാതൊരു മടിയും. അയ്യോ എന്റെ മാല കൊണ്ടുപോയേ, അയ്യോ എന്റെ മാല പൊട്ടിച്ചോണ്ട് പോയേ. അപ്പൊ പറഞ്ഞോലെ ടൗണിൽ നേരെ സൈറ്റിലേക്ക് വന്നാൽ മതി. ചേട്ടാ, ചേട്ടൻ ഒരു മനുഷ്യനാണോ? ഒരു പാവ സ്ത്രീയുടെ താലിമാല പൊട്ടിച്ച് ഒരു കള്ളൻ ഓടുന്നത് കണ്ട കാണാത്ത ബാധി പോകണോ? എടാ, അങ്ങനെ 1000 കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കും. ഇതിപ്പോ നമ്മുടെ കൺമുമ്പിലല്ലേ നടന്നത്? ബൈക്ക് ഉണ്ടല്ലോ, ഒന്ന് ശ്രമിച്ചാൽ പിടിക്കാവുന്നല്ലേ ഉള്ളൂ. ആ സ്ത്രീ നിന്റെ അമ്മയും പെങ്ങളൊന്നും അല്ലല്ലോ. അവർക്കാണ് ഇങ്ങനെ ഒരു സ്ഥിതി വരുന്നെങ്കിലോ ആരും സഹായിക്കണ്ടാ. നീ ആളെ കൺഫ്യൂഷൻ ആക്കല്ലേ. ചേട്ടാ, കള്ളന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങിച്ച സ്ത്രീക്ക് കൊടുത്താ പുണ്യം കിട്ടും ചേട്ടാ, പുണ്യം. എന്റെ ഭർത്താവിനെ തല്ലി കൊല്ലല്ലേ. കള്ളു കുടിക്കാൻ കാശി ഒതിച്ചപ്പോ ഞാൻ കൊടുത്തില്ല. അപ്പോഴാ മാല പൊട്ടിച്ചത്. അതിനിങ്ങനെ തല്ലി ചതക്കലോടെ കാലമാടാ. അയ്യോ എന്റെ അമ്മ. നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഒരാളെ കാരണമില്ലാതെ തല്ലി ചതച്ചിട്ട് ഓടി രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതിയല്ലേ? സാർ, ഈ സ്ത്രീയുടെ കരച്ചിൽ കേട്ടപ്പോൾ ഇയാൾ ശരിക്കും ഒരു കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചത്. അല്ലെന്ന് 100 വട്ടം പറഞ്ഞതാണ് സാർ, എന്നിട്ട് ഇയാൾ കേട്ടില്ല. ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മില് പല പ്രശ്നങ്ങളും കാണും. വഴി കൂടെ പോകുന്നവർക്ക് അതിൽ എന്താണ് കാര്യം? പോട്ടെ സാർ, പ്രശ്നമാക്കണ്ട. ഞാൻ വേണമെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കാം. തന്റെ മാപ്പ് കേൾക്കാനാ ഇവരെ കൊണ്ട് ഞാൻ ഇവിടെ വന്നത്. സാർ, കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യാം സാർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. ഇത് നമ്മുടെ സദാനം പിള്ളയുടെ പശുക്കളല്ലേ? അതല്ലോ. പിള്ളയുടെ വലിയ പശുവിന്റെ നെറ്റിയിൽ വെളുത്തൊരു പൂവുണ്ട്. ഇതിനതില്ല. ഇത് നമ്മുടെ ഔസേപ്പിന്റെ പശുക്കളാ. ആ വലിയ പശുവിന് ഏലിയെന്നും ചെറിയ പശുവിനും മറിയെന്നും ഔസേപ്പ് പേരിട്ടേക്കണത്. അതെ സാർ. നമ്മളിപ്പോ എന്തിനാ ഇവിടെ വന്നേ? ആ തല്ല് കേസിന്റെ കാര്യം അന്വേഷിക്കാൻ. ഓഹോ, ഒരു കോംപ്രമൈസിന് ഇവര് തയ്യാറാണ്. ഹോസ്പിറ്റലിൽ ചെലവും നഷ്ടപരിഹാരമായിട്ട് ഒരു 3000 രൂപ ഇവർക്ക് കൊടുക്കണം. കൊടുക്കാൻ സാർ. കേട്ടല്ലോ, അങ്ങ് മാറിക്ക്. ഇങ്ങോട്ട് പോരെ. നിങ്ങൾക്ക് ഇവിടെ എംബിഡി സിമെന്റിന് ആവശ്യമുണ്ടല്ലേ? പിന്നെ പറയസേ സാർ, ക്വാർട്ടേഴ്സിലെ ബാത്റൂമിന്റെ ഫ്ലോർ മുഴുവനും പോയി കിടക്കുക. അതെ. മോൻ ഇന്നലെ അവിടെ ഒരു പാമ്പിനെ കണ്ടു. അതെ. അതൊന്ന് ശരിയാക്കണം. ഒരു 2 ആക്ക് സിമെന്റ് എടുത്ത് ജീപ്പിലിട. ഓക്കെ സാർ. 2 ആക്ക് മതിയാവോ? മതിയാവും സാർ. അന്ന് അവരുടെ കാശ് കൂടെ.